അതിസുന്ദരമായ കൊച്ചു ഗ്രാമത്തിൽ അവൻ വളർന്നുകൊണ്ടിരുന്ന കാലം. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേർന്നു. +2 പഠിച്ചിരുന്ന കാലം. നാട്ടുകാർ അവനെ വൈഷു എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവന്റെ ശരിക്കുമുള്ള പേര് വൈഷ്ണവ് എന്നാണ്. വീട്ടിലും നാട്ടിലും എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു അവൻ. അച്ഛനും അമ്മയും അനിയത്തിയുമാണ് അവന്റെ വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെ പ്രാരാബ്ധം കൊണ്ട് കഷ്ടിച്ചു +2 വരെ പഠിച്ചു. പിന്നീട് അവൻ പഠിത്തം അവസാനിപ്പിച്ചു. അവനൊരു ഓട്ടോ ഡ്രൈവറായി ജീവിതമാർഗം കണ്ടു. അവൻ ഓട്ടോ ഓടിച്ചിരുന്ന കാലം അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിക്ക് അവനോട് പ്രണയം തോന്നി. പക്ഷേ അവൻക്ക് അത്തരം ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ അവർ തമ്മിൽ പ്രണയത്തിലായി. അവളും സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ പഠിക്കാൻ വളരെയധികം ഉഷാറായിരുന്നു. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്കോടെ വിജയിച്ചു വരികയായിരുന്നു. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. വൈഷ്ണവിന് കല്യാണകാര്യങ്ങൾ വീട്ടുകാർ ആലോചിക്കുവാൻ തുടങ്ങി. അവൻ അതിനെ എതിർത്തുവെങ്കിലും വീട്ടുകാരുടെ നിർബന്ധം കൂടിയപ്പോൾ അവൻ അവളുടെ കാര്യം വീട്ടുകാരോടുമായി പങ്കുവച്ചു. വീട്ടുകാർക്ക് എതിർപ്പൊന്നുമുണ്ടായില്ല. അവളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവളുടെ വീട്ടുകാരോടുകൂടി ആലോചിച്ചു, കല്യാണകാര്യങ്ങൾ സംസാരിച്ചു. രണ്ടു വീട്ടുകാർക്ക് സമ്മതമായി. അങ്ങനെ നമ്മുടെ വൈഷ്ണവിന്റെയും വൈഗയുടെയും കല്യാണ സമയം അടുത്തുവന്നു. രണ്ട് ഗ്രാമത്തിലെയും ആളുകൾ കൂടി കല്യാണം വളരെ ഉഷാറായി കഴിഞ്ഞു. അവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞു പോന്നു. അവരുടെ പഠിത്തവും മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. അവൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പൈസയായിരുന്നു ആ കുടുംബത്തിലെ ഏക വരുമാനം. 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും വൈഗയുടെ പഠിത്തം പൂർത്തിയായി. അവൾ പഠിച്ചു പഠിച്ച് IAS ഉദ്യോഗസ്ഥയായി. അവളുടെ പ്രയത്നം കൊണ്ട് അവൾക്കൊരു കലക്ടറായി തന്നെ ജോലി കിട്ടി. അവൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി വൈഷ്ണവ് രാവും പകലും ഓട്ടോ ഓടി പൈസയുണ്ടാക്കി കഷ്ടപ്പെട്ടതിനെല്ലാം ഉപകാരമായി അവൾ കലക്ടറായി മാറി. അങ്ങനെ നമ്മുടെ വൈഷ്ണവ് ജില്ലാ കലക്ടറുടെ ഭർത്താവായി മാറി. അവൻക്ക് വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. പിന്നീട് വൈഗയുടെ ജോലി തിരക്ക് കാരണം ബിസിയായി അവളുടെ ജീവിതശൈലി തന്നെ പതിയെ പതിയെ മാറി തുടങ്ങി. ചില കാര്യങ്ങളെല്ലാം വൈഷ്ണവിനോട് സ്വന്തം ചെയ്യുവാൻ പറച്ചിൽ തുടങ്ങി. അവളുടെ ജോലി തിരക്ക് കാരണം അവൾക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ സമയം കിട്ടാതെയായി. ഒരു ദിവസം വൈഷ്ണവ് ഓട്ടോ ഓടി വന്നു. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. അവന്റെ ശരീരം ആകെ പനിച്ചു വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ മൂടി പുതച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ വൈഗ കുറച്ചു കട്ടൻ കാപ്പിയും മറ്റും കൊടുത്തു. അവനോട് റെസ്റ്റ് എടുക്കുവാൻ പറഞ്ഞു. എന്നിട്ട് അവൾ ജോലിക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന്റെ പനിയെല്ലാം മാറി ഉഷാറായി. അവൻ ഓട്ടോ എടുത്ത് ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ചിലർ അവനോട് പറയുവാൻ തുടങ്ങി, കലക്ടറുടെ ഭർത്താവാണല്ലോ വരുന്നത്, നിനക്ക് വീട്ടിലിരുന്നാൽ പോരെ, നീ എന്തിനാ ഇങ്ങനെ ഓട്ടോ ഓടി നടക്കുന്നത്? പല കമന്റുകളും വന്നു തുടങ്ങി. അവൻ നേരെ വീട്ടിലോട്ട് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കട്ടൻ ചായ ചോദിച്ചു. അത് കേട്ടപ്പോൾ വൈഗ പറഞ്ഞു, ഞാൻ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് തരാം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ തന്നെ വേണമെന്ന്. അത് കേട്ട വൈഗ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന സമയത്തൊന്നും എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പഴയ വൈഗയല്ല. ഞാനിപ്പോൾ ഒരു ജില്ലാ കലക്ടറാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞ് അവൾ പുറത്തോട്ടു പോയി. അത് കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ എന്തോ കയറ്റിവെച്ച പോലെ തോന്നി. ജീവിതത്തിൽ മനസ്സിന്റെ ദുഃഖം എന്താണ് എന്ന് അവൻ അനുഭവിച്ച നിമിഷം അവൻ ആകെ മൂഡോഫായി. അവന്റെ ഈ അവസ്ഥ കണ്ട് വീട്ടുകാർ അവനെ സമാധാനിപ്പിച്ചു. അവൾ ജോലി തിരക്ക് കൊണ്ട് പറഞ്ഞതാവും, നീ വിഷമിക്കണ്ട. അപ്പോഴേക്കും അവന്റെ മനസ്സിൽ നിന്നും ആ പഴയ വൈഗ പോയിക്കൊണ്ടിരുന്നു. ജില്ലാ കലക്ടറായ ഒരു പുതിയ വൈഗയെ അവൻ മനസ്സിൽ വെച്ചു തുടങ്ങി. പിന്നീട് ഒരു കാര്യവും അവളോട് അവൻക്ക് ചോദിക്കുവാനുള്ള ധൈര്യം ഇല്ലാതായി. അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ആ പഴയ സുഖവും സമാധാനവും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി. വീട്ടുകാർക്ക് ഇത് മനസ്സിലായി തുടങ്ങി. വൈഗ ആകെ മാറിയിരിക്കുന്നു. വൈഗ മാറുന്നത് അവൾ അറിയുന്നില്ലായിരുന്നു. പിന്നീട് വൈഷ്ണവ് വീട്ടിലോട്ട് നേരം വൈകി വരുവാൻ തുടങ്ങി. എല്ലാ കാര്യത്തിലും അവൻക്ക് എന്തോ മടുപ്പ് തോന്നി തുടങ്ങി. ഒരുപാട് ചിന്തകൾ അവനെ അലട്ടുവാൻ തുടങ്ങി. രാവും പകലും ഓട്ടോ ഓടിച്ചും എപ്പോഴും സ്നേഹം കൊടുത്തും ഞാൻ അവളെ പഠിപ്പിച്ചു. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നി തുടങ്ങി. ഈ സമയം വൈഗയ്ക്ക് ജോലിസ്ഥലം മാറ്റം കിട്ടി. എറണാകുളം ജില്ലയിലോട്ടായിരുന്നു അവൾ പുതിയ കളക്ടറായി മാറുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും അങ്ങോട്ട് പോകണം. വൈഗ വൈഷ്ണവിനോടും വീട്ടുകാരോടും കാര്യം പറഞ്ഞു. അവളുടെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. അവൾ ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ളതാണ്. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ വിദേശത്താണ്. അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. വൈഷ്ണവും വീട്ടുകാരും അവൾക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടി എറണാകുളത്തേക്ക് യാത്ര പുറപ്പെട്ടു. പിന്നെ വൈഗയെ അവിടെ ആക്കി അവരെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഒരു ദിവസം വൈഷ്ണവ് വൈഗയെ കോൾ വിളിച്ചപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളി കണ്ടില്ല. വീണ്ടും അവൻ വിളിച്ചപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ വൈഗ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, വെറുതെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് കേട്ടപ്പോൾ അവൻ ശരിക്കും അവളെ മടുത്തു തുടങ്ങി. ഇനി അവളെ വിളിക്കേണ്ട, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാകും, ആരെയും കൂടുതൽ സ്നേഹിക്കരുത്, വിശ്വസിക്കരുത് എന്നെല്ലാം അവന്റെ മനസ്സിൽ തോന്നി തുടങ്ങി. സന്തോഷമില്ലാത്ത ജീവിതമായി അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയം വൈഗയ്ക്ക് ജോലിസ്ഥലം മാറ്റം കിട്ടി. എറണാകുളം ജില്ലയിലോട്ടായിരുന്നു അവൾ പുതിയ കലക്ടറായി മാറുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും അങ്ങോട്ട് പോകണം വൈഗ.
വൈഷ്ണവിനോടും വീട്ടുകാരോടും കാര്യം പറഞ്ഞു. അവളുടെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. അവൾ ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ളതാണ്. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ വിദേശത്താണ്. അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. വൈഷ്ണവും വീട്ടുകാരും അവൾക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടി എറണാകുളത്തേക്ക് യാത്ര പുറപ്പെട്ടു. പിന്നെ വൈഗയെ അവിടെ ആക്കി അവരെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഒരു ദിവസം വൈഷ്ണവ് വൈഗയെ കോൾ വിളിച്ചപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളി കണ്ടില്ല. വീണ്ടും അവൻ വിളിച്ചപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ വൈഗ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, വെറുതെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് കേട്ടപ്പോൾ അവൻ ശരിക്കും അവളെ മടുത്തു തുടങ്ങി. ഇനി അവളെ വിളിക്കേണ്ട, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാകും. ആരെയും കൂടുതൽ സ്നേഹിക്കരുത്, വിശ്വസിക്കരുത് എന്നെല്ലാം അവന്റെ മനസ്സിൽ തോന്നി തുടങ്ങി. സന്തോഷമില്ലാത്ത ജീവിതമായി അവൻ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയം വൈഗയ്ക്ക് ജോലിസ്ഥലം മാറ്റം കിട്ടി. എറണാകുളത്തേക്കായിരുന്നു അവൾ പുതിയ കലക്ടറായി മാറുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും അങ്ങോട്ട് പോകണം വൈഗ. വൈഷ്ണവിനോടും വീട്ടുകാരോടും കാര്യം പറഞ്ഞു. അവളുടെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. അവൾ ഒറ്റയ്ക്ക് ആ വീട്ടിലുള്ളതാണ്. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ വിദേശത്താണ്. അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. വൈഷ്ണവും വീട്ടുകാരും അവൾക്ക് സമ്മതം കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടി എറണാകുളത്തേക്ക് യാത്ര പുറപ്പെട്ടു. പിന്നെ വൈഗയെ അവിടെ ആക്കി അവരെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഒരു ദിവസം വൈഷ്ണവ് വൈഗയെ കോൾ വിളിച്ചപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വിളി കണ്ടില്ല. വീണ്ടും അവൻ വിളിച്ചപ്പോൾ കുറച്ച് ദേഷ്യത്തിൽ വൈഗ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, വെറുതെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? അത് കേട്ടപ്പോൾ അവൻ ശരിക്കും അവളെ മടുത്തു തുടങ്ങി. ഇനി അവളെ വിളിക്കേണ്ട, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാകും. ആരെയും കൂടുതൽ സ്നേഹിക്കരുത്, വിശ്വസിക്കരുത് എന്നെല്ലാം അവന്റെ മനസ്സിൽ തോന്നിത്തുടങ്ങി. സന്തോഷമില്ലാത്ത ജീവിതമായി അവൻ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സമയം വൈഗയ്ക്ക് എറണാകുളം ജില്ലയിൽ നല്ല പരിചയമായി. അങ്ങനെ ഇരിക്കവേ ഫ്രണ്ടിന്റെ ഒരു കസിനുമായി അവൾ പരിചയമായി. വിനോദ് എന്നായിരുന്നു അവന്റെ പേര്. ആൾ സുന്ദരനും ചെറുപ്പക്കാരനുമായിരുന്നു. പൈലറ്റ് ജോലിയുമായിരുന്നു അവൻക്ക്. അവനുമായി വൈഗ നല്ല ഫ്രണ്ട്ഷിപ്പിലായി. ഈ സമയം വൈഷ്ണവിന്റെ അച്ഛന് സുഖമില്ലാതായി. അച്ഛനെ എറണാകുളം ജില്ലയിലുള്ള പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലോട്ട് വൈഷ്ണവും അമ്മയും അനിയത്തിയും കൂടി കൊണ്ടുപോയി. അവർ എറണാകുളം എത്തി ഒരു ഹോട്ടലിൽ ചായ കുടിച്ചിറങ്ങി ഓട്ടോക്ക് കാത്തു നിൽക്കുന്ന സമയം അടുത്തുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നൊരു സുന്ദരനായ യുവാവ് കാറിൽ വന്നിറങ്ങി. ബാക്ക് സീറ്റിൽ നിന്നും ഒരു സുന്ദരിയായ യുവതിയും ഇറങ്ങി. അത് കണ്ടപ്പോൾ ഇവരെ ആകെ ഞെട്ടിപ്പോയി. കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ പറയാം.